അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നോട്ട് 7 പ്രോയുടെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നോട്ട് 7 പ്രോയുടെ ഒരു കിടുക്കാച്ച അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫോണല്ല, എൻ്റെ ഒരു ഏട്ടൻ്റെ ഫോണാണ്. എനിക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നോട്ട് 7 പ്രോയുടെ ആണ് എന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ ബോക്സൊക്കെ നല്ല പ്രൈമറി ലുക്ക് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കേസൊക്കെ അടങ്ങിയ ഒരു ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. അഡാപ്റ്ററിൻ്റെ പിന്നൊക്കെ സിമ്മ് സൈഡ്സിലോട്ടായതുകൊണ്ട് അതിൻ്റെ പിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫോൺ വിത്ത് ചാർജേഴ്സ്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തത് കൊണ്ട് ചാർജർ ഉള്ളിൽ മടക്കി വെക്കാനാകുന്നില്ല. അതാണ് സംഭവം. സാധാരണ പോലുള്ള 0.5 തന്നെയാണെന്ന്, അതെ 0.5 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 GB റാം, 128 GB റോമുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ബാക്ക് ഫിംഗർ പ്രിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 12 ആണെന്ന് തോന്നുന്നു. ഫ്രണ്ട് ക്യാമറ 5 MBയും ബാക്ക് ക്യാമറ 48 MB ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് റെഡ്മി നോട്ട് 7 പ്രോ. പിന്നെ അതിൽ കൂടാതെ മൈക്രോ SD സ്ലോട്ടൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് പൈ ആണിത്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു പറഞ്ഞു. അതുകൊണ്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും പാറ്റേൺ വെക്കണം. അപ്പം അതൊക്കെ വെച്ചു. ഫിംഗർ കൊടുത്തു. പിന്നെ ഇതിൽ ഫേസ് ലോക്കൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഫിംഗർ വെച്ചു. ഫിംഗർ വെക്കുക ചെയ്തത്. ഫിംഗർ വെക്കാൻ കാരണം അത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫിംഗർ വെച്ചത്. എൻ്റെ ഫിംഗറിൽ ഓയിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം അതൊന്ന് ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് ഞാൻ പാറ്റേൺ വെച്ച് തന്നെ അൺലോക്ക് ചെയ്തു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സാണ്. സ്ക്രീനിൻ്റെ ഒരു സ്മൂത്ത്നെസ്. ഈ മൊബൈലിൽ ബാക്ക് ഗ്ലാസ്സിൽ ഉള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. 4000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അപ്പോൾ 6.3 ഇഞ്ച്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പബ്ജിയൊക്കെ കളിക്കണമെങ്കിൽ ബെസ്റ്റ് ഫോണാണ് എൻ്റെ അറിവിൽ. നിങ്ങളുടെ അറിവ്, നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതിപ്പം ഒരാളുടെ ഇഷ്ടമല്ലേ. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പബ്ജി അധികം വലിയ കുഴപ്പമില്ല. ഞാൻ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം. അതിലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടി ഇടാം. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ 6 GB റാമും 128 GB റോമുമാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല, നല്ല ക്യാമറയാണ്. ഫോക്കസൊക്കെ പൊളി. 48 MP വെറുതെ അല്ല. ഫോക്കസൊക്കെ നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ഡ്യുവൽ ക്യാമറ ആണെന്നൊക്കെ അറിയാമല്ലോ, എല്ലാവരും അറിഞ്ഞു കാണും എന്നറിയാം. പബ്ജിയൊക്കെ കളിക്കുന്നവരാണ്. ഗൈറോസ്കോപ്പൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഗൈറോസ്കോപ്പൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് സ്കോപ്പൊക്കെ ഓണാക്കിയിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. 4G ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ കോറ് ഒക്ടാ കോറാണിത്. അധികം പറയുകയാണെങ്കിൽ റെസൊല്യൂഷൻ 2340x1080 പിക്സൽസ് ആണ്. റെസൊല്യൂഷൻ ടൈപ്പ് ഈസ് FHD+ ആണ്. എൻ്റെ GPU വരുവാണെങ്കിൽ ആഡ്രിനോ 612 ആണ്. ഇതിൻ്റെ ഫ്രണ്ട് കോർണിങ് ഗൊറില്ല ഗ്ലാസ് കൊണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് PUBG ഒക്കെ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എനിക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഫോൺ കിട്ടിയത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു ടെക് വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണണം.